സംസ്ഥാനത്ത് IAS തലപ്പത്ത് വീണ്ടും അഴിച്ചുമാറ്റം വന്നിരിക്കുന്നു. ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് ജലവകുപ്പ് ചുമതല കൂടി നൽകി. കെ ഗോപാലകൃഷ്ണൻ വ്യവസായ വകുപ്പ് ഡയറക്ടറാണ്. ഡോക്ടർ വീണ എൻ മാധവന് ഭരണ നവീകരണ വകുപ്പ് അധിക ചുമതല കൂടി നൽകി. വാട്ടർ അതോറിറ്റി MD ജീവൻ ബാബുവിനും നിയമനമുണ്ട്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, പ്രധാനപ്പെട്ട വകുപ്പുകളിൽ IAS തലപ്പത്ത് അഴിച്ചുപണി വന്നിരിക്കുന്നു. ഏതെല്ലാം വകുപ്പുകളിലാണ് പ്രധാനപ്പെട്ട സ്ഥലമാറ്റങ്ങൾ വന്നിട്ടുള്ളത്? ശാലിനി. വിനോദ, മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള V വേണു ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നാളെ വിരമിക്കുകയാണ്. ഔദ്യോഗികമായി അദ്ദേഹം സ്ഥാനം ഒഴിയുന്നതോടുകൂടി കാര്യമായ മാറ്റം തന്നെയാണ് IAS തലപ്പത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി നടത്തിക്കൊണ്ടാണ് ഔദ്യോഗികമായിട്ടുള്ള നിയമന മാറ്റങ്ങളും ഒപ്പം തന്നെ ചുമതല മാറ്റങ്ങളും നടത്തിക്കൊണ്ട് സർക്കാരിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് ജലസേചന വകുപ്പിന്റെ അധിക ചുമതല കൂടി നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഡോക്ടർ വീണ എൻ മാധവന് ഭരണ നവീകരണ വകുപ്പിന്റെ അധിക ചുമതല കൂടി സർക്കാർ നൽകുകയാണ്. വാട്ടർ അതോറിറ്റി MD ജീവൻ ബാബുവിനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും സർക്കാർ ഇപ്പോൾ പുറത്തിറക്കുന്നു. ഒപ്പം തന്നെ വിനയ് ഗോയലിനെ ദേശീയ ആരോഗ്യ മിഷൻ ഡയറക്ടറായിട്ടാണ് ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. സഹകരണ വകുപ്പ് രജിസ്ട്രാർ സ്ഥാനത്ത് D സജിത് ബാബുവിനെ കൂടി ഇപ്പോൾ സർക്കാർ നിയമിക്കുകയാണ്. കെ ഗോപാലകൃഷ്ണൻ വ്യവസായ വകുപ്പ് ഡയറക്ടർ ആകുമെന്നുള്ളതാണ് ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീറാം വെങ്കിട്ടരാമനെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അധിക ചുമതല ഡയറക്ടർ ചുമതല കൂടി നൽകുകയാണ്. ഒപ്പം തന്നെ PRD ഡയറക്ടറായി TV സുഭാഷിനെ കൂടി നിയമിച്ചു കൊണ്ടാണ് ഔദ്യോഗിക ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും IAS തലപ്പത്ത് കാര്യമായ മാറ്റം നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും കാര്യമായ മാറ്റം ഇനിയും IAS തലപ്പത്ത് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. നാളെയാണ് സംസ്ഥാനത്തെ 48ാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള V വേണു ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് ഒഴിയുന്നത്. ഭാര്യ കൂടിയായ ശാരദ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആയി നാളെ അവിടെ കൂടി ചുമതല ഏൽക്കുകയും ചെയ്യും. അതിന് പിന്നോടിയായിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ IAS തലപ്പത്ത് കാര്യമായ മാറ്റം നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് കൂടി പുറത്തു വരുന്നത്. വിനോദ, തീർച്ചയായും സംസ്ഥാനത്ത് IAS തലപ്പത്താണ് വലിയ അഴിച്ചുപണി വന്നിരിക്കുന്നത്. വിവിധ വകുപ്പുകളിൽ മുതിർന്ന IAS ഓഫീസർമാരെ പല വകുപ്പുകളിലേക്ക് മാറ്റി നിയമിച്ചിരിക്കുന്നു. അതിൻ്റെ സമ്പൂർണ്ണമായ ലിസ്റ്റ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ആർക്കൊക്കെയാണ് ചുമതല എന്നുള്ള വാർത്തകൾ നൽകുകയായിരുന്നു ശാലിനി.